പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 18 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ആ കൈകൾ ഉയർന്നിരിക്കട്ടെ. എന്നിട്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയത് ഓർത്ത് ആ കൈ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ, അതിനും കർത്താവിന് നന്ദി പറഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവ് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താണ് നമ്മുടെ ബലമായ കർത്താവിനെ ആരാധിച്ച് നമ്മുടെ സങ്കേതമായവന് സ്തോത്രം പറഞ്ഞ് നമ്മുടെ ജീവനായവൻ, നമ്മളെ കരുതുന്ന ആ നല്ല കർത്താവിന് കരമുയർത്തി ഒന്നുകൂടെ പറ, കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ആമേൻ കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. ആമേൻ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 148 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്നും യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ ആമേൻ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. അപ്പം എല്ലാവരും കർത്താവിനെ സ്തുതിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കും സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, ആനന്ദത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ ഉല്ലാസത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പകൽക്കാലം കിട്ടുന്ന അവസരങ്ങൾ കൂടുതലും കർത്താവിനെ ആരാധിക്കുവാൻ ഉപയോഗിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് കർത്താവിന് സ്തോത്രം പറയണം, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കണം, എന്നിട്ട് കർത്താവിന് നന്ദി പറയണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളെ ഓരോ ദിവസവും അത്ഭുതമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങനെ വലിയ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അതിലൊക്കെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ലോ ബാക്ക് പെയിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആമേൻ ആമേൻ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ജോലിക്ക് ഒക്കെ പോകുമ്പോൾ ഇരിക്കുവാൻ കഴിയാതെ ബാക്ക് പെയിൻ മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതുപോലെ ശരീരത്തിന് സ്കിന്നിൽ ആമേൻ ഇൻഫെക്ഷനുകൾ ഉണ്ടായി ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ഹീലാകാതിരിക്കുന്ന മുറിവുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സൗഖ്യമാകട്ടെ. ആമേൻ ഞരമ്പുകൾക്കകത്തുള്ള എല്ലാ ബ്ലോക്കുകളും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം ആമേൻ ഹൃദയ സംബന്ധമായ വിഷയങ്ങളിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാലിനും കൈക്കുമുള്ള നംനസ്സുകൾ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. രോഗത്തിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസുകളും രോഗത്തിൻ്റെതായ എല്ലാം ഈ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോയി ആരോഗ്യമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക കരുതൽ അവരോടുകൂടെ ഉണ്ടാകണമേ. ദൈവിക ജ്ഞാനം അവരുടെ മേൽ കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവിക കൃപ, സമാധാനം, സന്തോഷം അവരുടെ ജീവിതത്തിൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 രാത്രിയിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹത്തിന് കാരണമാകും. ദൈവരാജ്യ വിഷയവുമായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. അപ്പോൾ ഒരു മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിന് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതുപോലെ ദൈവരാജ്യ സംബന്ധമായി അത് സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആമേൻ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഇന്ന് രാത്രിയിലും നാളെയും ഒക്കെ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആമേൻ മറ്റുള്ളവരോട് നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം 7-ാമത്തെ വാക്യം വായിക്കുന്നു. നമുക്കറിയാം ആ സംഭവം. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നതായ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അപ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അബ്രഹാം ഇസഹാക്കുമായിട്ട് യാഗത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് യാത്രാമധ്യേ അല്ലെങ്കിൽ യാഗ സ്ഥലത്തോടടുത്തെത്തുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു. 7-ാം വാക്യം, അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ടൽ, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. അത് സ്വാഭാവികമായി സാധാരണ ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. കാരണം തീയും വിറകും എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും ഒന്നിച്ചു നടന്നു. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ദൈവം നമുക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ഹല്ലേലൂയ എന്ത് ചെയ്യും? കരുതിക്കൊള്ളും, നോക്കിക്കൊള്ളും. ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിൽ നമുക്ക് പറയാനുള്ള ആലോചന ഇതാണ്. നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അത് കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് കരുതിക്കൊള്ളും. നമ്മളും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കണം. അബ്രഹാം ആക്ച്വലി ഈ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ അബ്രഹാം അവിടെ പറഞ്ഞ പദം ഇതാണ്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കർത്താവ് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആണെങ്കിലോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ അബ്രഹാമിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ പ്രയാസം കാണാം, ഒരുപക്ഷെ ടെൻഷൻ കാണാം. അയ്യോ, എനിക്കുള്ള ഒരേ ഒരു മകനെയാണല്ലോ യാഗം കഴിക്കാൻ പോകുന്നത് എന്നൊരു ഭാരമൊക്കെ ഉണ്ടാകും. പക്ഷേ അബ്രഹാമിൻ്റെ വായിൽ നിന്ന് വാക്ക് കേട്ടോ, നമുക്ക് വേണ്ടി കർത്താവ് കരുതിക്കൊള്ളും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ആമേൻ, നമുക്ക് വേണ്ടി കർത്താവ് കരുതിക്കൊള്ളും? ആ കരം ഉയർത്തി പിടിച്ചിട്ട് പറ, കർത്താവ് നമുക്ക് വേണ്ടി കരുതും. നമ്മുടെ ഈ വിഷയത്തിൽ ദൈവിക കരുതൽ നമ്മൾ കാണാൻ പോവുകയാണ്. ആമേൻ. എപ്പോൾ ആര് ചോദിച്ചാലും പറഞ്ഞു, യഹോവ കരുതും, യഹോവ ജൈറ, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി കരുതും എന്ന് പറയുവാൻ നമ്മൾ ധൈര്യത്തോടെ തയ്യാറാകണം. അപ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം പറയാം, അപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവൻ പിന്നാമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചപ്പോൾ ആ സ്ഥലത്തിന് അബ്രഹാം പേരിട്ടു യഹോവ ഈരെ, യഹോവ കരുതുന്നവൻ. അബ്രഹാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഒരു ആട്ടുകുട്ടി കയറി വരുമെന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് കയറി വരുമെന്നോ എങ്ങനെയൊന്നും അബ്രഹാം പ്രതീക്ഷിച്ചിട്ടില്ല. അബ്രഹാമിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മൾ അതൊന്ന് വിശ്വസിക്കണം. നമ്മളെല്ലാവരും കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? കരുതുന്ന ദൈവമാണ്. ആമേൻ. അബ്രഹാമിന് ഒരു ഐഡിയയുമില്ല ഈ ആട്ടുകുട്ടി എവിടെ നിന്ന് വന്നെന്ന്. ആമേൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കാത്തടത്തുനിന്നായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പ്രൊവിഷൻസ് ഒരുക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്തടത്തുനിന്നായിരിക്കും ഹല്ലേലൂയ ദൈവിക കരുതലുകൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് ഡിക്ലെയർ ചെയ്യണം, കർത്താവാണ് എൻ്റെ പ്രൊവൈഡർ. എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, ആര് സഹായിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ, കർത്താവിന് എനിക്ക് വേണ്ടിയുള്ള കരുതൽ, എനിക്ക് വേണ്ടിയുള്ള സഹായം എവിടെ നിന്നും അയക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം, നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം, നമ്മൾ ചോദിക്കാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം. നമ്മൾ
ഒരിക്കലും ആമേൻ പ്രതീക്ഷിക്കാത്തടത്തൊന്നും കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. ആമേൻ മരുഭൂമിയിൽ നീരുറവ് തുറക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, പാറയ്ക്കകത്തുനിന്ന് വെള്ളം കൊടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് ഈ വിഷയത്തിൽ കേട്ടോണേ, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന്, ആമേൻ പാറയ്ക്കകത്തുനിന്ന് വെള്ളം കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമുക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ഒരുക്കും. ഒറ്റ കാര്യം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വിശ്വാസത്തിന്റെ ആയിരിക്കണം. എബ്രഹാം പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. അവൻ നമുക്കായി, നമ്മുടെ വിഷയത്തിൽ യഹോവ കരുതിക്കൊള്ളും എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്നുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിട വരും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ദിവസങ്ങളായി മാറട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങൾക്കായി അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. യഹോവ ജൈറ, നമ്മുടെ പ്രൊവൈഡർ, നമുക്ക് വേണ്ടി കരുതുന്നവൻ നിങ്ങളെയും കരുതും. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരികയും വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനന്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വർദ്ധിച്ച് പെരുകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.